ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് ഒരു 10 കിലോ വാട്ട് ഓൺ ഗ്രിഡിനെ കുറിച്ചിട്ടും അതുപോലെ ഒരു 5 കിലോ വാട്ട് നമ്മൾ ഓഫ് ഗ്രിഡ് ഇൻവെർട്ടർ സിസ്റ്റവും കാര്യങ്ങളും ഭാവിയിൽ അവർക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മളെ പട്ടാമ്പി, നിങ്ങൾക്കറിയാലോ, പട്ടാമ്പി ഓങ്ങല്ലൂർ ഭാഗത്ത് നമ്മുടെ മുഹമ്മദ് മാനുട്ടി, നമ്മളെ പുലാക്കൽ, അവരുടെ വീട്ടിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ ചെയ്തിരിക്കുന്ന 2 നിലൻ്റെ മുകളിൽ ഒരു ഷീറ്റ് ഭാഗമുണ്ട്. ഇവിടെ നമ്മൾ 10 കിലോ വാട്ട് എന്ന് പറയുമ്പോൾ ഒന്നുകൂടി വരും. 10 കിലോ വാട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ 450 വാട്ടിൻ്റെ ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന വിക്രം മോണോപ്രിക്ക് പ്ലസ് ഹാഫ് കട്ട് 22 പാനലിൽ വരും കേട്ടോ. ഓക്കെ, ഒന്നുകൂടി വരും. ഇതിലിപ്പോൾ അവിടെ സ്ട്രക്ചർ കാര്യങ്ങൾ ചെയ്ത് പാനൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനതിൻ്റെ മേൽഭാഗം നിങ്ങൾക്ക് അവസാന ഭാഗം പാനലൊക്കെ കയറ്റിയിട്ട് ബാക്കി ഭാഗങ്ങൾ കാണിച്ചു തരാം. ഒന്നുകൂടി വരും. അതിൽ ഇത് നമ്മൾ 10 കിലോ വാട്ടിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇതിൻ്റെ നമ്മുടെ മീറ്ററും നമ്മുടെ ഇൻവെർട്ടർ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് അവിടെ ഭാഗത്തുണ്ട്. അതുപോലെ നമ്മുടെ ഈ DC സെക്ഷനും AC സെക്ഷനും നമ്മൾ 6 സ്ക്വയറിൽ 2 സ്ട്രിങ് ആയിട്ടാണ് ഇവിടേക്ക് വരിക. അത് നമ്മുടെ നേരെ നമ്മുടെ AC സെക്ഷനിലായിട്ട് ഇത് നമ്മൾ UG കേബിളാണ് കേട്ടോ. ഇതിൻ്റെ അവരെ ഏറ്റവും ഔട്ട് ഹൗസ് നമ്മുടെ ഫ്രണ്ട് ഭാഗത്താണ്. അതിൻ്റെ ബാക്കി മീറ്ററും കാര്യങ്ങളാണ്. അവിടെയാണ് നമ്മുടെ മീറ്ററും കാര്യങ്ങളും. ഞാൻ ഓക്കെ, നമുക്ക് കയറി നടക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഈ വരുന്നത്. പാനലിൻ്റെ ആ അറ്റം മുതൽ ഈ അറ്റം വരെ. അപ്പോൾ എന്താ വെച്ചാലേ നമ്മൾ പാനലുകളാണ് വെച്ച് പോയിട്ട് നമുക്കിത് ക്ലീൻ ചെയ്യാനൊരു സെറ്റപ്പ് കൂടി വേണം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമുക്ക് 2-3 മാസം കൂടുമ്പോൾ നമ്മൾ ടൗൺ ഏരിയ നമ്മുടെ റോഡിൻ്റെ സൈഡിലൊക്കെ ആണെങ്കിൽ പൊടികളുടെ ശല്യം കൂടും. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഇതിൽ ഡസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ഷൻ പകുതിയിൽ താഴെയാവും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണേ. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഇത്രയും ഏരിയ പാനലൊക്കെ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യുക, ജസ്റ്റ് പൈപ്പൊക്കെ എടുത്തിട്ട് ഒന്ന് നനച്ചു കൊടുത്തിട്ട് ഒന്ന് മോപ്പ് കൊണ്ടൊന്നും ഇങ്ങനെ ആക്കി കൊടുത്താൽ ആ പൊടി നമുക്കറിയാമല്ലോ, ക്ലീനിങ്ങിൻ്റെ ഭാഗം. പിന്നെ അതും കൂടി കയറി നടന്ന് ചോട്ടി പോവുകയൊന്നും ചെയ്യരുത് കേട്ടോ. കാരണം ഇത് സിമ്പിളായിട്ട് നടന്ന് ഒന്നുകൂടി വരും കാണിച്ചു കൊടുക്കും. നടന്ന് ഈ ഭാഗങ്ങളൊക്കെ മോക്കൊണ്ട് ക്ലീൻ ചെയ്യാം. ഇത് 2 സ്ട്രിങ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് പറഞ്ഞപ്പോഴാണ് നമുക്കൊരു ഓർമ്മ വരുന്നത്. ഞാനേ തൃശ്ശൂർ ഭാഗത്തെ ഞാനൊരു സെക്ഷനിൽ പോയിട്ടോ, അവിടെ ഒരു കോളേജിൻ്റെ മുകളിൽ അവരുടെ ടീം ഒരു ഓൺ ഗ്രിഡ് ചെയ്ത് വെച്ചിരിക്കുക. ഷീറ്റിൻ്റെ മുകളിൽ ചെയ്ത് വെച്ചിരിക്കുക. കയറി നടക്കാൻ ഒരു ഓപ്ഷനും ഇല്ല, ജസ്റ്റ് പാനൽ വെച്ചിരിക്കുക. അത് സംഭവം എന്താ വെച്ചാൽ എന്തോ ഒരു സ്കീമോ എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ അതെന്താ വെച്ചാൽ നമുക്ക് ഒരു കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഏകദേശം ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷൻ അറിയാമല്ലോ അല്ലേ. ഓക്കെ, അതുപോലെ നമ്മുടെ ഒരുപാട് ആളുകൾ ചോദിക്കുന്നതാണ് നമ്മൾ ഓൺ ഗ്രിഡിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്, ഓഫ് ഗ്രിഡിൻ്റെ പ്രവർത്തനം. ഗ്രിഡിൻ്റെയൊക്കെ പ്രവർത്തനം ഒട്ടനവധി വീഡിയോ ഉണ്ട്. ഓൺ ഗ്രിഡിൻ്റെ പ്രവർത്തനം ഉണ്ട്. എന്നാലും ഞാൻ ഇതിൽ ചുരുക്കി ഞാൻ പറയാം. നമ്മൾ ഒരുപാട് പാനലുകൾ വെക്കുന്നു. അത് ഇവിടെ ഒരുപാട് ശബ്ദം ഇട്ട വർക്കുകളും കാര്യങ്ങളും നടക്കുന്നു. അത് നമ്മൾ KSEBിയിലേക്ക് അങ്ങോട്ട് കൊടുക്കുന്നു. നമ്മൾ KSEBിയുടെ കറണ്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ ബില്ല് വരുമ്പോൾ നമ്മൾ അങ്ങോട്ട് കൊടുത്തതും നമ്മൾ ഉപയോഗിച്ചും വെച്ചിട്ട് ബില്ലിനെ 0 ആക്കുന്നു. അപ്പോൾ ചില ആളുകൾ ചോദിക്കും, ഇപ്പോൾ ഈ ഒരു സിസ്റ്റം ഈ 10 കിലോ വാട്ടിന് ഒരു 40 യൂണിറ്റിൻ്റെ മുകളിൽ നമുക്ക് ശരാശരി പെർ ഡേ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ 40 യൂണിറ്റ് കിട്ടുമെന്ന് പറയുമ്പോൾ നമ്മൾ 40 യൂണിറ്റ് കറക്റ്റ് കിട്ടുകയാണെങ്കിൽ നമ്മുടെ ഒരു 45 യൂണിറ്റ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ 5 യൂണിറ്റിൻ്റെ എക്സ്ട്രാ അതൊരു 2 മാസം കൂടുമ്പോൾ നമുക്ക് എങ്ങനെ വരുന്നോ അതിനനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഇനി നമ്മളൊരു 20 യൂണിറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കരുതിക്കോളൂ. അതിൻ്റെ ബാലൻസ് എന്താവും, നമ്മൾ KSEBിയിലേക്ക് അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് എന്താ വെച്ചിട്ട് ബില്ല് വരുമ്പോൾ നമുക്ക് ആ ബാലൻസിൽ നമ്മുടെ അക്കൗണ്ടിലുണ്ടാവും. അപ്പോൾ നമ്മുടെ ഒരു യൂണിറ്റിന് 3 രൂപ ശരാശരി വെച്ചിട്ടാണ് KSEB അതിൽ ഒരു ഇയർലി നമുക്ക് കാൽക്കുലേഷനിൽ നൽകുന്നത് കേട്ടോ. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ഇത് നമ്മൾ കറണ്ട് പോകുമ്പോൾ ചില ആളുകൾ ചോദിക്കാറുണ്ട്, നമുക്കൊരു ഇൻവെർട്ടർ സിസ്റ്റം നല്ലത് വേണം. ഓഫ് ഗ്രിഡിന് വേണ്ടിയിട്ടുള്ള 4 ബാറ്ററി സിസ്റ്റം 48 വോൾട്ട് 5 kVയുടെ ഇൻവെർട്ടർ സിസ്റ്റമൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഭാവിയിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓഫ് ഗ്രിഡ് ചെയ്യുന്നുണ്ട്. അതിന് പറ്റുന്ന ഇൻവെർട്ടറും ബാറ്ററി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ എന്താ വെച്ചാൽ നമുക്ക് ബില്ലിൻ്റെ കാര്യം പറയാം. ഒരു 18,000-22,000 രൂപയുടെയൊക്കെ ബില്ലിനെ മാനേജ് ചെയ്യുന്ന സിസ്റ്റം കേട്ടോ 10 കിലോ വാട്ട്. ഓക്കെ, ഇത് നമുക്ക് പാനലിൻ്റെ ഗ്യാരണ്ടി അറിയാമല്ലോ. കമ്പനി നൽകുന്ന 25 വർഷമാണ്. അതിൽ 10 വർഷം ഫുൾ വാറണ്ടി, ബാക്കിയുള്ള വർഷം പെർഫോമൻസ് വാറണ്ടി. അതുപോലെ മെഷീന് 8 വർഷം മുതലൊക്കെ ഗ്യാരണ്ടിയുള്ള മെഷീനുകളാണ് വരുന്നത്. ഇതൊക്കെ മെയിൻ്റനൻസ് കോസ്റ്റൊക്കെ ഫ്രീ ആണ് വരുന്നത്. പിന്നെ കറണ്ട് പോകുന്ന വിഷയങ്ങളൊക്കെ എല്ലാ ഭാഗത്ത് നമുക്ക് ഓൺ ഗ്രിഡിന് സക്സസ് അല്ല. അപ്പോൾ നമ്മൾ ഓഫ് ഗ്രിഡും കാര്യങ്ങളൊക്കെ ഒരുപാട് ചെയ്യുന്ന ഇതിലേക്ക് പോകുന്നതായിരിക്കും അത് നല്ലത്. അല്ലാത്ത നമുക്ക് വലിയ ബില്ലിൽ നിന്നൊക്കെ മോചനം ഒക്കെ നേടുന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺ ഗ്രിഡ് സിസ്റ്റത്തിലേക്ക് മാറാം കേട്ടോ. ഓക്കെ, ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കട്ടോ, കറണ്ട് ഇല്ല, നമുക്ക് ഡ്രില്ല് ചെയ്യാൻ. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ വീഡിയോ ഒന്ന് സെറ്റ് ചെയ്താണ്. പിന്നെ അതുപോലെ നമുക്ക് പറയാനുള്ളതേ, നമ്മൾ
പൈപ്പുകളൊക്കെ ചെയ്യുമ്പോൾ ISIയുടെ അപ്പോളോടെ നമ്മുടെ 16 ഗേജിലൊക്കെ പൈപ്പുകളൊക്കെ വെച്ചിട്ട് ചെയ്യാം നമ്മൾ ശ്രമിക്കുക. അത് അപ്പോക്സി പ്രൈമർ വെച്ചിട്ട് ചെയ്യുക. അതിൽ നമ്മൾ വേണ്ട രീതിയിൽ ചെയ്യുക. സ്ട്രക്ചർ എങ്ങനെ നമ്മൾ ചെയ്യാൻ അതിന് യോജിക്കുന്ന രീതിയിൽ അവിടെ നമ്മളൊരു കുറച്ച് കൂടി കുറഞ്ഞ കാര്യങ്ങളും നോക്കരുത്. അതുപോലെ നമ്മൾ 10ൻ്റെ കോപ്പർ വെച്ചിട്ട് 4 എർത്തിങ്ങും നമ്മൾ ചെയ്യുക. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ മറ്റൊരു കാര്യം നമുക്ക് പൊതുവേ പറയാനുള്ളത്, നമ്മളൊരു ഓൺ ഗ്രിഡ് സിസ്റ്റം ചെയ്തിട്ട് അവരെ വീട്ടുകാർക്ക് ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ആദ്യം സ്ട്രക്ചർ അടിച്ചു പോവുക, പിന്നെ പാനൽ കൊടുന്ന് നോക്കുക, പിന്നെ പാനൽ ഫിറ്റ് ചെയ്യാൻ 2 ദിവസം, അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. മാക്സിമം നമ്മൾ ഒരു ദിവസം കൊണ്ട് തന്നെ, ഇവിടെ നമുക്ക് കുറച്ച് വലിയ പ്രൊജക്റ്റ് ആയതുകൊണ്ട് കയറ്റാനും ഇതാക്കായതുകൊണ്ട് 1.5 ദിവസം നമുക്കായി. ബാക്കിയുള്ളവർക്കൊക്കെ നമ്മൾ ഒരു ദിവസം കൊണ്ട് A to Z വർക്കുകൾ നമ്മൾ വർക്കേഴ്സ് വെച്ചിട്ടൊക്കെ ചെയ്യുക. കസ്റ്റമറെ നമ്മൾ ബുദ്ധിമുട്ടിക്കരുത്, കാരണം അത് നമ്മൾ നോക്കണമല്ലോ. കാരണം അത്രയും ആളുകൾ വന്ന് കുറേ ദിവസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ അതിൽ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇതിന് കൂട്ടത്തിൽ ഓർത്തു പോയതാണ്, ഇപ്പോൾ നമ്മൾ കുറേ പ്രൈസ് കുറച്ചിട്ട് ഓടിക്കളിക്കുന്ന ഓരോ സംഭവങ്ങളുണ്ട് നമ്മൾ ഈ പോളിക്രിസ്റ്റൽ പാനലുകളൊക്കെ വെച്ചിട്ട്. അപ്പോൾ എന്ത് അത്തരത്തിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ വേനൽക്കാലത്ത് നമുക്ക് അത്യാവശ്യം പ്രൊഡക്ഷൻ ഉണ്ടാവും. നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമുക്കൊരു 7-8 മാസം മഴകൾ തന്നെ ഒറ്റവിട്ടാൽ. അപ്പോൾ ഈ മഴക്കാലങ്ങളിൽ അതൊരു 20% താഴെയാവും നമ്മുടെ പോളിക്രിസ്റ്റൽ പോലത്തെ. മോണോപെർക്ക് പ്ലസ് ഹാഫ് കട്ടൊക്കെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല പ്രൊഡക്ഷൻ ഉണ്ടാവും. അപ്പോൾ അത്തരത്തിലാണ്, കാരണം മറ്റേലേറെ ഒരു 60% മുകളിൽ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളെ ചെറിയൊരു ലാഭം, അപ്പോൾ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഇങ്ങനെയൊക്കെ പോളിക്രിസ്റ്റൽ വെച്ചിരുന്ന ഒരുപാട് ടീമുകളുണ്ട്. നമുക്ക് പ്രൈസൊക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ 40,000 രൂപ മാറ്റം ഉണ്ടാവും. പക്ഷേ നമ്മൾ അഡ്വാൻസ്ഡ് ടെക്നോളജി വരുമ്പോൾ നമ്മൾ അതിലേക്ക് പോവുക. പഴഞ്ചൻ സാധനത്തിലേക്ക് പോയിട്ട് എനിക്കൊരു 10 രൂപ ലാഭം കിട്ടട്ടെ എന്ന് പോയി കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ ആയിരിക്കും അതിൻ്റെ ഫൈനൽ ഭാഗങ്ങൾ. അതിപ്പോൾ ചില ടീമുകളുണ്ട് 4-5 വർഷം ഗ്യാരണ്ടിയിലെ മെഷീന്, അത് എവിടുന്നോ കൂടും കുടുക്കിയില്ലാത്ത കുറേ സംഭവങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻവെർട്ടറിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അതുപോലെ നമ്മുടെ ബാക്കി പാനൽ കാര്യങ്ങളൊക്കെ ഒരുപാട് നമ്മൾ കേൾക്കാത്ത പാനലുകളൊക്കെ വെച്ചിട്ട് നമ്മൾ ഇന്ത്യയിലെ ബെസ്റ്റ് പാനൽ വിക്രം വാരി, റിനിസോള, അദാനി, ടാറ്റയ്ക്ക് നല്ല പാനലാണ് മോണോപെർക്ക് പ്ലസ് ഹാഫ് കട്ട്. അതുപോലെ ഇമ്പോർട്ട് നമുക്കറിയാലോ, ഇമ്പോർട്ടിന് ചെറിയ പരിമിതിയുണ്ട് ഓൺ ഗ്രിഡ് സിസ്റ്റത്തിനൊക്കെ. ജിങ്കോ, കനേഡി, എൻട്രീന, JSOLAR, SFV, ലോങ്കി, സൺഫ്ലവറൊക്കെ നല്ല പാനലുകളാണ്. അത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കട്ടോ. അത് ഈ പോളിക്രിസ്റ്റലിലാണെങ്കിൽ പ്രൈസൊക്കെ നല്ല രീതിയിൽ നമുക്ക് കുറയും. അപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് ചെയ്യാം. ഏതൊരു സോളാറിൻ്റെ വർക്കേഴ്സ് ടീമുകളായാലും അവർ നല്ല രീതിയിൽ ഇത്തരത്തിലുള്ള നല്ല ടീമുകളെ നിങ്ങൾ വെച്ചിട്ട് ചെയ്യിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കാം. ഓക്കെ, ചെയ്യുന്നത് നല്ല രീതിയിൽ ചെയ്യിപ്പിക്കാം. നോക്കൂ, അതിൽ 450 വാട്ടിൻ്റെ മോണോപെർക്ക് പ്ലസ് ഹാഫ് കട്ട് പാനൽ വെച്ചിട്ടാണ്. ഓരോന്ന് നമുക്ക് സീരീസ് ആയിട്ട് അങ്ങനെയാണ് പോകും. അത് ഒരു സ്ട്രിങ്, ഇത് നമുക്ക് ഈ സെക്കൻഡ് പാർട്ടാണ് ഇവിടെ വരുന്നത്. അവിടെ നമ്മൾ പാനൽ സിസ്റ്റം രണ്ടാമത് വെക്കും. അതുപോലെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു ക്ലാമ്പിൽ നമ്മുടെ വെതർ പ്രൂഫിൻ്റെ സിലിക്കോൺ വെച്ചിട്ട് ചെയ്തിരിക്കട്ടെ. ഒരു പ്രോബ്ലം ഇല്ല, വെള്ളം അതിലേക്ക് കിടക്കുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ കുറേ ആളുകൾ ചോദിക്കാറുണ്ട് ഷീറ്റിൻ്റെ മുകളിൽ ചെയ്ത് കഴിഞ്ഞാൽ ആകെ വെള്ളം ആവില്ലേ, കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിലൊന്നും ഒരു പേടിയും പേടിക്കേണ്ട കേട്ടോ. അത് നമ്മൾ ഇതിപ്പോൾ തെക്ക് ഭാഗത്തേക്കാണ് ഇവിടെ ഈ ഭാഗം വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഭാഗമായതുകൊണ്ട് ഈ ചെരുവിൽ നമ്മൾ ഡിസൈൻ ചെയ്തു. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ സ്ട്രക്ചർ ചെയ്ത് നമ്മൾ ഡിസൈൻ ചെയ്യണം. അത്രയൊക്കെ തന്നെ കാര്യങ്ങൾ. ഇത് ഇവിടുത്തെ ഇതിന് യോജിക്കുന്ന രീതിയിൽ നമ്മളിവിടെ വർക്ക് ചെയ്തു. ഓഫ് ഗ്രിഡ് സിസ്റ്റം, അതിന് നമ്മൾ 4200Hൻ്റെ 5 വർഷം റീപ്ലേസ്മെൻറ്റിൻ്റെ ബാറ്ററിയും, അതുപോലെ നമ്മുടെ ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന 5kVയുടെ 48 വോൾട്ട് സിസ്റ്റം 5000 VAയുടെ ഇൻവെർട്ടർ സിസ്റ്റം നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ഇത് ഇപ്പോൾ ഇവർക്ക് കറണ്ട് പോയാൽ ബാക്കപ്പ് കിട്ടാൻ
എന്നാൽ ഒരു കുറച്ച് കഴിഞ്ഞിട്ട് ഇതിൽ നമ്മളൊരു ഓഫ് ഗ്രിഡ് സിസ്റ്റം ഒരു 6 പാനൽ വെച്ചിട്ട് ഒരു 10-12-15 യൂണിറ്റോളം ശരാശരി കിട്ടുന്നതായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓക്കെ, കാര്യങ്ങളൊക്കെ മനസ്സിലായി. വീടിൻ്റെ ഭാഗങ്ങൾ ചെറിയ കാര്യങ്ങളൊക്കെ ഫ്രണ്ട് ഭാഗം കാണിച്ചു തരാം.